ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷത്തട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കേണ്ട സ്ക്രീനിൽ കാണാമെന്നുള്ള പോലെ മൈൻക്രാഫ്റ്റ് ആണ്. എൻ്റെ ഒ ജി വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4 വർഷം പഴക്കമുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ എന്തോ 2ലോ 3ലോ ആയിരുന്നപ്പോൾ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 ഒരു സർവൈവൽ വേൾഡിലായിരുന്നു. അപ്പോൾ അതിച്ചിരി ഓക്കെ ഒക്കെ ആയിരുന്നെങ്കിലും ആരും പോയി കാണരുത് പ്ലീസ്. യൂട്യൂബ് വരെ അതിൻ്റെ കമൻറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് എന്തിനത് അറിഞ്ഞുകൂടാ. അപ്പോൾ പക്ഷേ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാണാവുന്ന പോലെ ഞാൻ ഒരു സാധനം ഓൺ ചെയ്ത് ഹാർഡ് കോറാണ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പോൾ ഈ വേൾഡ് എങ്ങനെ പോകുമെന്ന് നമുക്ക് കാണാം. എന്തായാലും പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ക്യാമനൈറ്റിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുള്ളത് പുതിയ കൗവിൻ്റെ കുറേ വേരിയൻസ്, പിഗിൻ്റെ വേരിയൻസ്, ചിക്കൻ്റെ വേരിയൻസ് എന്നൊക്കെയാണ് ഞാൻ കണ്ടപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ വേറെ വല്ലതും ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇപ്പോൾ വീഡിയോ തുടങ്ങാൻ പോകുമ്പോൾ മൾട്ടിപ്ലെയർ ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കയറി കുളമാക്കും. പറയാൻ പറ്റില്ല, അവന്മാരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുതിയ വീഡിയോ തുടങ്ങാൻ പോണേണ്. ഇപ്പം ഞാൻ ഈ വട്ടം കൊടുക്കുന്നു, നമ്മുടെ പുതിയ വേൾഡ് ക്രിയേറ്റ് ആവുന്നു, നമ്മൾ പുതിയൊരു ജേർണി പോകുന്നു. അപ്പം ഞാൻ തുടങ്ങണേണ്. ഡോണ്ട് ഷോ മീ അഗൈൻ. പോടേ, ഞങ്ങൾ ഹാർഡ് കോർ മോഡിൽ കളിച്ച് കാണിച്ചു തരാം. ഇന്നെന്തായാലും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഡേ സർവൈവ് ചെയ്യാൻ നോക്കും. ഞാൻ വേറെ സീഡൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോലെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് പുതിയ ചാനൽ തുടങ്ങി. അവൻ്റെ ഹാർഡ് കോർ വേൾഡ് ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ്. പക്ഷേ അവൻ ഓൾറെഡി ഉണ്ടാക്കിയതായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ കളിച്ച് നോക്കാം. എങ്ങനെ ആവും, എങ്ങനെ വരും, എങ്ങനെ പോവും. മിക്കവാറും ഞാൻ ഇതിൽ തന്നെ ചാവും. ഇതിൽ ചാവണമെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തായാലും ഹാർഡ് കോർ വേൾഡ് ഉണ്ടാവും. ഇതിൽ ഞാൻ ചാവാതിരിക്കാൻ നോക്കാം. പക്ഷേ ഇതിലിപ്പോൾ ചാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ ചാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പുതിയ വേൾഡ് തുടങ്ങും. അത് വേറെ കാര്യം. ഈ വീഡിയോ റിലീസ് ചെയ്യും, പക്ഷേ ഞാൻ പുതിയ വേൾഡ് തുടങ്ങും. അല്ല, പുതിയ വേൾഡിന് തന്നെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, പുതിയ വേൾഡ് തുടങ്ങും. പിന്നെ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണില്ല. ഒരു 2 ദിവസത്തേക്ക് എഡിറ്റ് ചെയ്യും. അല്ല, ഒന്നെങ്കിൽ ഇന്നിപ്പോൾ 7, മിക്കവാറും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 8-ാം തീയതി ആയിരിക്കും ഇടണത്. മിക്കവാറും ഇത് എഡിറ്റ് ചെയ്തിട്ട് 8-ാം തീയതി ആയിരിക്കും ഇടണത്. അല്ലെങ്കിൽ ഇത് വേറെ വല്ല ദിവസമായിരിക്കും ഇടണം. പക്ഷെ പറയാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാൻ എന്തായാലും ഈ ഹാർഡ് കോർ സീരീസും സർവൈവൽ സീരീസും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരു പുതിയ സർവൈവൽ വേൾഡ് തുടങ്ങും. പിന്നെ എനിക്ക് വേറൊരു വേൾഡ് ഉണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. അതിൽ ഇച്ചിരി ഓക്കെ ഒക്കെ ആണെങ്കിലും ആരും വരാറില്ല അങ്ങനെ. കാരണം ഞങ്ങളൊക്കെ ഇച്ചിരി നിർത്തി വെച്ചേക്കുവാണ്. ഞാൻ തന്നെ പറഞ്ഞു നിർത്താൻ. എന്തിനാണെന്ന് എനിക്ക് പോലെ അത് ഞാൻ വേണമെങ്കിൽ റീട്രൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് അവൻ്റെ ചാനൽ അവൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ബ്ലാസ്റ്റിംഗ് ബി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പം അവന് ഇതുപോലെയൊക്കെ തുടങ്ങിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ വീഡിയോയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ കിട്ടിയത് ഹാർഡ് കോർ വേൾഡിന്. അപ്പം അതൊക്കെ കണ്ട് അവനും ഉണ്ട് ഈ വേൾഡിൽ. അപ്പം ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പം ഇതൊക്കെ ചേർത്ത് പുതിയൊരു വേൾഡ് തുടങ്ങി എങ്ങനെ പോകും നോക്കാം. ഇപ്പം നമുക്ക് ഈ വേൾഡ് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ പോക്കറ്റ് എഡിഷൻ / ബെഡ്റോക്ക് എഡിഷനിലാണ് കളിക്കണത്. ഈ മൈൻക്രാഫ്റ്റ് തന്നെയാണോ എന്തോ പോക്കറ്റ് എഡിഷൻ കളിക്കണം. മൈൻക്രാഫ്റ്റ് ഹെൽപ്പിൽ പോയി ചോദിച്ചാൽ അവർ പറയും ബെഡ്റോക്കാണോ ജാവയാണോ. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്തായാലും നമുക്കൊന്ന് കളിക്ക് നോക്കാം. പിന്നെ ആരും മറക്കരുത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആ ഷെയർ പാർട്ട് വേണമെന്നില്ല, എന്നാലും ഒന്ന് ചെയ്തേക്ക്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊളിച്ചോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ രണ്ടും ചെയ്തേ പറ്റൂ. ഈ ഗ്രാനൈറ്റൊക്കെ ആരുടെ ഉണ്ടാക്കിയത്? എനിക്ക് ഈ ബ്ലോക്ക് ഇഷ്ടമല്ല. പട്ടി ബ്ലോക്ക്. ഇതാണ് പ്രശ്നം. നമുക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഫുൾ ബ്രൈറ്റും ഇല്ല. കുഴപ്പമില്ല ഗൈസ്, ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഇറക്കുമ്പം ഫുൾ ബ്രൈറ്റ് റീസോഴ്സ് പാക്ക് ഇട്ടിട്ടായിരിക്കും ഇറക്കണം. അതുകൊണ്ട് അടുത്ത വീഡിയോ ഇറക്കുമ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. ഇരുട്ടത്തെല്ലാം കാണാൻ പറ്റും. ഇപ്പോഴത്തേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് കോള് കണ്ടുപിടിച്ച് ടോർച്ച് ഉണ്ടാക്കണം. അല്ലെങ്കിൽ സീനാവും. രാത്രിയൊക്കെ നമ്മൾ വായി നോക്കി ഇരിക്കേണ്ടി വരും, മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത്. അതാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവും മോനെ. സോംബിയൊക്കെ വന്ന് അടിച്ച് ഷേപ്പാക്കിയിട്ട് പോയി ചാവടാന്നും പറഞ്ഞ് പോകും. സാധനം എനിക്ക്
പിന്നെ ഗൈസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത രാത്രി സ്പോൺ ചെയ്യണ മോബ് ഏതാന്ന് കമൻറ്റ് ചെയ്യണം. ക്രീപ്പർ എന്നാണെങ്കിലും ടൈപ്പ് ചെയ്ത് ഞാൻ മറ്റേ അടിച്ചേരും കേട്ടോ. എൻ്റെ ആൻസസ്റ്റേഴ്സാണ് അവർ ക്രീപ്പർ. എൻ്റെ പേരറിയാമല്ലോ, ക്രീപ്പർ ബോയ്, അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. നമുക്കിനി ഈ വേൾഡ് കളിച്ച് നോക്കാം. ദേ ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് തോന്നുന്നു. വാ കയറി പോവാം. ഈ വീഡിയോ മാക്സിമം ഒരു 10-20 ഞാൻ മിക്കവാറും 8-ാം തീയതി ഇറക്കൂ. ഇത് റെക്കോർഡ് ചെയ്യണ 7-ാം തീയതി രാത്രിയാണ്, പക്ഷേ 8-ാം തീയതി ഇറക്കൂ ഉറപ്പാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിടിക്കണം. അതേ ഒരു പശുവിനെ കിട്ടി. ഫുഡായി. എന്താണ് പശു? പശു എത്ത്. അതിൻ്റെ സൈഡിലൊരു ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്ക് ബ്രോ. കിട്ടി. അതും ചത്ത്. പിന്നെ നിങ്ങൾ എൻ്റെ പഴയ എന്ന് വെച്ചാൽ 4 വർഷം പഴക്കമുള്ള മൈൻക്രാഫ്റ്റ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 3-ലായിരുന്നെങ്കിലും ഫുൾ ഇംഗ്ലീഷായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ ഞാൻ അപ്പം ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ് ഇൻസ്പയർഡ് ആയിരുന്നു. ഫുൾ ഇംഗ്ലീഷായിരുന്നു. ഇപ്പോൾ ഞാൻ മലയാളമായി. ബട്ട് ഓൾസോ ഇംഗ്ലീഷ്, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയും. ഇംഗ്ലീഷ് വിൽ ബി സൈഡ്. എന്തോ ആവട്ടെ. ഇപ്പം നമുക്ക് എങ്ങോട്ട് പോകണമെന്നാണ് അവിടെ ഒരു ഡെസേർട്ട് ഏരിയ ഉണ്ട്. അങ്ങോട്ട് പോവാല്ലേ. പിന്നെ എനിക്കൊരു സ്പീഡ് റൺ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഡ്രീമിനെ പോലെ കോമ്പസിൻ്റെ സാധനമൊന്നും എനിക്കറിയില്ല. പിന്നെ ചില സാധനങ്ങൾ ജാവയിൽ മാത്രമേ ഉള്ളൂ, ചില സാധനങ്ങൾ ബെഡ് റോക്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ശീലമാണ്. സോ എന്തായാലും ഞാൻ ഒരു ഡേയെങ്കിലും സർവൈവ് ചെയ്യാൻ നോക്കും. രാത്രി ആയാൽ മിക്കവാറും ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അടിച്ച് വിട്ടോളാം, സ്പീഡ് അടിച്ച് വിട്ടോളാം. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഗൈസ്, നിങ്ങളെൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണും. വ്യൂസ് ഒന്നുമില്ല പ്ലീസ്. ഏറ്റവും കൂടുതൽ ഇട്ടേക്കണത് 205 വ്യൂസാണെന്ന് തോന്നണം ആ ഫ്രീ ഫയർ വീഡിയോ. പേടിക്കണ്ട, ഞാൻ ഫ്രീ ഫയർ ഇപ്പോഴും കളിക്കും. ആ കോൾ ഓഫ് ഡ്യൂട്ടി വീഡിയോ കൂടെ പോയി കണ്ടോ. എനിക്ക് രണ്ടും കൂടെ കളിക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിക്കും. എനിക്ക് ഈ ഫുട്ബോളിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. ഈ ഫുട്ബോൾ എഫ് സിയിൽ എൻ്റെ അത്ര നല്ല ടീമൊന്നുമല്ല, പക്ഷേ എന്നാലും. അതുകൊണ്ട് നിങ്ങളൊന്ന് രണ്ടിലും പോയി ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. 70 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. അതിന് വല്ല സ്പെഷ്യൽ വീഡിയോ ഇറക്കണോ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കണം. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഹായ്, ഇതേ പുതിയ പട്ടിയുടെ വേരിയൻറ്റ്. എന്തുവാടേ ഇവിടെ ലാവ ഉണ്ടെന്നും പറഞ്ഞു വരുമ്പോൾ ഫുൾ മോന്നൂസേ ഇങ്ങോട്ട് വേണ്ട, എനിക്ക് ബെഡ് വേണം. വേറെ ആരുമില്ലേ? ആരെങ്കിലും വാ. ഷീപ്പേ ബെസ്റ്റ്. ടൈഗ വരെ എത്തി, എന്നിട്ട് ഒറ്റ ഷീപ്പ് പോലും ഇല്ല. ഞാൻ വേണമെങ്കിൽ വീറ്റ് തരാം, ചത്തിട്ട് വീറ്റ് തരാം. എൻ്റെ അടുത്തോട്ടൊന്ന് വരണം പ്ലീസ്. എടാ ഒന്നും ഇല പൊട്ടൂലല്ലോ. ഇത് ബേബി പിഗ വേണ്ട. പിന്നെ ഇപ്പോഴത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇതുവരെ വല്ല ഓഡിയോയ്ക്ക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ഉണ്ടെങ്കിൽ എന്നെ പറയരുത്. ഞാൻ എൻ്റെ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് നല്ല ശബ്ദമായിരിക്കും. എൻ്റെ അറ്റല്ല പറയണമായിരുന്നു. അല്ല നിങ്ങളിങ്ങനെ പറയും, അയ്യോ ലൈവ് അല്ലല്ലോ. എന്തായാലും നമുക്കിപ്പോൾ ഫുഡ് സ്മെൽറ്റ് ചെയ്യാം. എൻ്റെ അമ്മ 17 എണ്ണോ. ഞാൻ ചെക്ക സീനാണെന്ന് അറിയാമല്ലേ, എത്ര എണ്ണത്തിനെ കൊന്നു. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പം ഇറങ്ങിയ ഫേവറേറ്റ് മൂവി എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് കാണാൻ പറ്റണ മൂവി. സീൻ സാധനം, അടിപ്പൻ സാധനം. കയറി ലൂട്ടൊക്കെ ചെയ്ത് ഒന്നും വയ്ക്കാതെ തിരിക്കുക. ഒറ്റൊരു സാധനം പോലും ബാക്കി കാണരുത്. അയ്യോ എൻ്റെ അമ്മ ലാഗടിച്ചു തുടങ്ങി. നല്ലതായിട്ടൊന്നുമില്ല. കുറേ അയണിങ് കട്ടുണ്ട്. അയണിങ് കട്ട് വിൽ ബി വെരി യൂസ്ഫുൾ. ഒരു അയൺ ഉണ്ടാക്കാം. അപ്പോൾ മറ്റേ ഇതുണ്ടാക്കാൻ പറ്റും. ഷീൽഡ് ഉറപ്പിച്ചോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ബൂട്ട് എടുത്തിടാം. ഇതെന്തിൻ്റെ ഫയർ പ്രൊട്ടക്ഷൻ സീൻ അടിപൊളി സാധനം. ഓക്കെ നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ ഫർണസ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഇങ്ങോട്ടല്ലേ? അയ്യോ
എൻ്റെ ഫർണസ് ഇങ്ങോട്ട് തന്നെ. മൈ ഫർണസ് ഈസ് ഗോൺ. ഇത്ര മറവിയാ എനിക്ക്. എൻ്റെ ഫർണസ് എവിടെ? എനിക്ക് മറവിയാണെന്ന് മാത്രം പറയരുത്. ഡോണ്ട് വറി ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചോളാം. ജസ്റ്റ് വെയിറ്റ്. ഈ ആടിനൊന്ന് കൊല്ലട്ടെ. ഷീപ്പ്, യു ബ്ലഡി ഷീപ്പ്. ഓടാനും പറ്റൂല. സെറ്റ്. വാ, റോ മട്ടൻ കഴിക്കാം. ഞാൻ സീനാണെന്നറിയാമല്ലോ. കൈ കിട്ടണമെന്ന് തിന്നും. അതാണ് ഞാൻ, ക്രീപ്പർ ബോയ്. ഉള്ള വന്നപ്പോൾ റെഡി. അന്നേരത്തിൽ പറ്റി എടേ എവിടെ ഫർണസ് എവിടെ? ഞാൻ ഇത് എവിടെ കൊണ്ടുവച്ചത്? എനിക്കും അതിൽ ഓർമ്മയില്ല. എന്തോന്നടേ ഇത്? എടോ ഫർണസേ, മര്യാദൻ്റെ ഫ്രണ്ടിയൊന്നും അല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ഫർണസേ, എൻ്റെ ഫുഡെല്ലാം നിൻ്റെ അകത്താണ്. പ്ലീസ് അതെങ്കിലും തുപ്പി തന്നിട്ട് എവിടെയെങ്കിലും പോയി ചത്തോ. ഐഡിയ. മോളിലോട്ട് പോകൂ. മോളിപ്പോയി തപ്പ. ആരെങ്കിലും ഒരു ഫർണസ് ആണെങ്കിൽ പറയണേ. അയ്യോ എൻ്റെ ഫർണസ് ആണല്ലേ. അയ്യോ എൻ്റെ ഫർണസ് ആണല്ലേ. എടാ എവിടെടാ ഫർണസ്? ലാവാ പൂൾ വരെ കിട്ടി ഫർണസ്. എൻ്റെ ഫർണസ് എവിടെ? എൻ്റെ ഫർണസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വട്ടാവും കേട്ടോ. ഇപ്പോഴത്തേക്ക് ബെഡ് ഉണ്ടാക്കി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആവും ഗൈസ് ഒഫീഷ്യലി. ഹോപ്പ്ഫുള്ളി നമ്മൾ എണീറ്റിട്ട് ഫർണസ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നും സ്പോണായില്ലെന്ന് തോന്നുന്നു. ഫർണസ് ഇവിടെ ഒന്നും ഇല്ലേടേ. എവിടെ പോയത്? എനിക്കാണെങ്കിൽ ഓർമ്മ കുറവി. എനിക്ക് 17 സ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. അയ്യാ പരട്ട മരം. എന്തിനാണോ താനൊക്കെ ഇലയെ കൊണ്ട് വച്ചിരിക്കുന്നത്? എനിക്കൊരു വാട്ടർ ബക്കറ്റ് പോലും ഇല്ല. ഐ ആം എ പ്രോ MLG യുനോ. ഞാൻ വിചാരിച്ചു ഇതും ബ്ലോക്കാണ്. ക്രാഫ്റ്റിംഗ് ടേബിളായിരുന്നു. ഇതെന്ത് രണ്ടും പൊട്ടാത്തത്? ഒന്ന് പൊട്ടോ. പിന്നെ ഗൈസ് എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് ഗിവ് എ സജഷൻ അബൌട്ട് മൈ സ്കിൻ. എങ്ങനെയുണ്ട്? തനിയെ ക്രിയേറ്റഡ് ഹാൻഡിക്രാഫ്റ്റ്. അയ്യോ നീ വാ. ഓ അഠേ ഫസ്റ്റ് കില്ല്. ഏതാ? അവിടെ ഒളിച്ചിരിക്കുകയാണോ മോൻ? നീ വാടാ പുറത്ത്. നീ വാ. അയ്യാ എൻ്റെ അമ്മ ഹാഫ് ഹാർട്ട്. ഇങ്ങ് വാട്ടേ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ 8 നില മൂഞ്ചി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും പുതിയ വേൾഡുമായി. പക്ഷെ അതിൽ നമ്മൾ ചാവില്ല. അത് ഉറപ്പ്. 8-ാം തീയതി 8/2/2025 ഓർത്ത് വെച്ചോ ഡേറ്റ്. ഞാൻ വരും. വൈകുന്നേരത്തിനുള്ളിൽ, ഈവനിങ്ങിനുള്ളിൽ ഞാൻ ഇറക്കും വീഡിയോ. ഞാൻ വരും. ഓർത്ത് വെച്ചോ. അപ്പോൾ ശരി, ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.